ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കാർട്ടൊക്കെ ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിരുന്നു ഗിയർ ലിവർ മൗണ്ടിങ് ചെയ്യണത്. അപ്പോൾ അത് നമ്മൾ 2001 മോഡൽ പിന്നെ 800 ആ പറഞ്ഞ മോഡലിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ബാക്കി എല്ലാ വണ്ടിയെല്ലാം വന്നത് ഏതാണ്ട് കോമൺ തന്നെയാണ്. അപ്പോൾ അത് മാറ്റുന്ന പാർട്ട് 2 ആയിട്ട് തന്നെയാണ് അത് മാറ്റുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ അടിക്കുന്നതും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഇതിൻ്റെ അകത്ത് ഇത് സെറ്റ് ചെയ്യുന്ന ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്നൊക്കെ നോക്കാം. അപ്പോൾ കണ്ടോ, ഈ പഴയ മോഡൽ ഇതായിരുന്നു, നമ്മൾ മാറ്റിയ മോഡൽ ഇതാണ്. ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനവും ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ്. പുതിയത് കണ്ടില്ലേ, നല്ല സോളിഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതാണ് നമ്മുടെ 97 എന്നല്ല, സെന്നിന് പഴയ മോഡൽ ടൈപ്പ് 1നും പിന്നെ ഈ 2001 മോഡലിന് ശേഷമൊക്കെ വന്ന ഈ ടൈപ്പ് തന്നെയാണ്. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ മെറ്റൽ ടൈപ്പ്, ഇവിടെ മെറ്റൽ ബോളാണ് വരുന്നത്. മറ്റേത് ഫൈബറായിരുന്നു, ഞാൻ കാണിച്ചില്ല കഴിഞ്ഞ വീഡിയോ കണ്ടില്ലേ, ഫൈബറായിരുന്നു. അപ്പോൾ ഇത് മെറ്റലാണ്. അപ്പോൾ ഇതിന് ആകെ വ്യത്യാസമുണ്ട്. അന്ന് നമ്മൾ മേടിച്ച കുറച്ച് സാധനങ്ങളുടെ കൂട്ടത്തിൽ ഉള്ള വേണ്ടാന്ന് പറഞ്ഞ് മാറ്റി വെച്ച സാധനമൊക്കെ ഇതിന് വേണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് മാറുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഏറെക്കുറെ വണ്ടികൾക്ക് ഇങ്ങനെയാണ്, പിന്നെ ആ ചിലതിന് മാത്രമേ ആ ടൈപ്പ് വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് മാറ്റാം. അപ്പോൾ ഈ ബ്ലോക്കിൽ ഇതുപോലെ തന്നെ അതിന് സർക്ലിപ്പ് ഉണ്ടാവും, അതിങ്ങനെ കയറ്റിയിടാം കേട്ടോ. ഇവിടെ ഒരു ഗ്രൂവ് ഉണ്ട്, ആ ഗ്രൂവിലേക്ക് ഇത് സർക്ലിപ്പ് ഇങ്ങനെ കയറ്റിയിടാം. പിന്നെ ഇതിനകത്തേക്ക് ഇനി നമ്മൾ വേണ്ട, നമ്മുടെ പഴയതിലുണ്ടാവും ഇങ്ങനെ ഒരു റിങ് ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ അഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ റിങ് നമ്മുടെ പഴയതിലുണ്ടാവും. അതെടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ആദ്യം ഇടാം, ഇതിങ്ങനെ ഇട്ടേക്കാം. എന്നിട്ട് ഇത്തിരി ഗ്രീസൊക്കെ തേച്ചിട്ട് ഇതുപോലെ വൈറ്റ് സാധനങ്ങൾ നമ്മൾ മേടിക്കണ കൊടുത്തിട്ടുണ്ടാവും, അത് ഇതിനകത്തേക്ക് ഇങ്ങനെ ഇൻസെർട്ട് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം അവിടെ ശരിക്ക് ഗ്രീസ് ഇടുക. ഗ്രീസ് ഇട്ടിട്ട് നമ്മുടെ ഈ ബോളില്ലേ, തുടച്ചൊക്കെ എടുത്തേക്കണം ബോൾ ഇതിനകത്തേക്ക് ഇങ്ങനെ ഇറക്കിയാൽ മതി. അതിനകത്തേക്ക് ഇറക്കിയിട്ട് പിന്നെ ഈ പകുതി ഹാഫ് റൗണ്ട് ഉണ്ട്, ഇതിങ്ങനെ കയറ്റിയിടാം കേട്ടോ. അതെ, ഇങ്ങനെ വെറുതെ എടുത്തിട്ടേ ഇങ്ങനെ അവിടെ ഇതാക്കി കഴിഞ്ഞാൽ കയറിപ്പോവും. എന്നിട്ട് നല്ലോണം ഗ്രീസ് ഇട്ടിട്ട് ആൾമോസ്റ്റ് സെയിം തന്നെയാണ്, എല്ലാം വ്യത്യാസമൊന്നുമില്ല. മറ്റേത് ചെയ്ത പോലെ തന്നെ ഗ്രീസ് ഇടുക. ഗ്രീസ് ഇട്ടതിന് ശേഷം നമുക്കിത് കയറ്റിനകത്തേക്ക് പിടിപ്പിക്കാം. ഗ്രീസ് ഇട്ടതിന് ശേഷം ഇത് ഇതിനകത്തേക്ക് ഇൻസെർട്ട് ചെയ്യാം. അതിനുശേഷം ഇനി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു പ്ലേറ്റ്, മറ്റേത് ഫൈബർ ബുഷൊക്കെ ആയിരുന്നു, അതിന് പകരം ഇതിങ്ങനെ ഒരു പ്ലേറ്റ് ഉണ്ടാവും. ഇതിന് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുണ്ട്. ഈ ഒരു പ്രൊജക്ഷനുള്ള ഭാഗം പുറത്ത് ഇങ്ങനെ വരുന്ന രീതിയിൽ, ഇത് താഴത്തേക്ക് വരുന്ന രീതിയിൽ ഇതിനിങ്ങനെ കയറ്റിയെടുക്കുക. കയറ്റിയിട്ടിട്ട് ഇതിവിടെ മുറുക്കുക. അപ്പോൾ ഇത് സീറ്റായി. സീറ്റാക്കാനായിട്ട് ഇത് മുറുക്കുക. പിന്നെ ഒരു ബുഷ് ഉണ്ടാവും കേട്ടോ, ഇതുപോലെ തന്നെ ഒരു ബുഷ് കിട്ടും. ഇതിൻ്റെ അടിയിൽ തന്നെ അടിയിലേക്ക് മണ്ണൊന്നും കയറാതിരിക്കാൻ. അപ്പോൾ അത് നമ്മളിവിടെ ഇത്തിരി ഇങ്ങനെ ഗ്രീസൊക്കെ ഇട്ടിട്ട് കയറ്റിവിടാൻ പറ്റും ഇതിനകത്തേക്ക്. അതിങ്ങനെ ഗ്രീസ് എടുത്തിട്ട് ഈ സാധനത്തിന് ഇതിങ്ങനെ ഇതാക്കുക, ഉള്ളിലേക്ക് ആക്കിയിട്ട്. ഗ്രീസ് ഇത് വെച്ച് കഴിഞ്ഞാൽ റബ്ബറൊക്കെ കയറിപ്പോളും, അല്ലെങ്കിൽ അപ്പം കയറിപ്പോവും. പിന്നെ നമ്മളിവിടെ ഷാർപ്പ് എഡ്ജൊന്നും പാടില്ല, ഇങ്ങനെ ഇട്ടിട്ട് വെറുതെ വലിച്ചാൽ മതി. കണ്ടോ, ഈ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ഷിഫ്റ്ററിൻ്റെ ബൂട്ടൊക്കെ പുറത്തുനിന്ന് കയറ്റാം, എല്ലാ ബൂട്ടും പുറത്തുനിന്ന് കയറ്റാം. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇതെടുത്തിട്ട് ഇതിന് കറക്റ്റായിട്ട് കറക്കി കിട്ടാൽ മതി. ഓക്കെ, ഇപ്പോൾ ബുഷ് വീണിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് മുഴുവനും ഈ പാർട്ടിലാണ്. ഇത് എല്ലാത്തിലും കോമൺ ആണ് ഇതുപോലെയുള്ള സാധനങ്ങൾ. അപ്പോൾ ഈ ബുഷ് ഇത് ഇവിടെ കയറ്റാം, ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ ഇതിൽ ചെയ്ത പോലെ തന്നെ. ബാക്കിയെല്ലാം ആൾമോസ്റ്റ് കോമൺ തന്നെയാണ്. ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വ്യത്യാസം വരുന്നത്. ഇത് ഇതുപോലെ തന്നെ മുട്ടി അകത്തേക്ക് കയറ്റാം. ഓക്കെ, ഇത് കയറിയിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഒരു ബോൾട്ട് ഡാമേജ് ആയിരുന്നു, അപ്പോൾ ഇതിനകത്ത് കിട്ടിയ ബോൾട്ട് ഇടാം. അപ്പോൾ ഇത് ഇവിടെ ഇട്ടിട്ടേ നമ്മളിങ്ങനെ ആദ്യമേ ഒന്ന് കയറ്റിയിട്ട് ലൂസ് ഉണ്ടോ എന്ന് നോക്കണം. ഒരുപാട് ടൈറ്റിലൊന്നും കയറ്റി വിടരുത്. ഒരുപാട് ടൈറ്റിലേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഗിയർ ടൈറ്റ് ആവും. അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഇതുപോലെ പേപ്പർ ഇട്ടിട്ട് ഇതൊന്ന് സ്മൂത്ത് ചെയ്തിട്ട് ഒരുവിധം കയറാവുന്ന രീതിയിൽ ആക്കിയെടുക്കണം. ഡ്രില്ലിൽ എന്തെങ്കിലും ഇട്ടിട്ട് ഉറച്ചെടുക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടെ ഡ്രില്ലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രില്ലിലേക്ക് പേപ്പർ ചുരുട്ടി കയറ്റിയിട്ടാണ് ഞാൻ ചെയ്യാറ്. ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യണത്, നിങ്ങൾക്ക് ഇത്തിരി എളുപ്പമുണ്ടാവും. ഇതുപോലെ സാൻഡ് പേപ്പർ എടുത്തിട്ട് ഇതിങ്ങനെ ചേർത്ത് ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. നോക്കണ്ട, ചുരുട്ടിയെടുത്ത് കഴിയുമ്പോൾ അതൊരു നല്ല കട്ടിയിലാണ് ചുരുട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഡ്രില്ലിൻ്റെ ഉള്ളിലേക്കാണ് കയറ്റിയാൽ മതി. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. എന്നിട്ട് നമുക്ക് അത് മുറുക്കിയിട്ട് ഇട്ടിട്ട് നമ്മളിത് കറക്കിയാൽ മതി. അപ്പോൾ എളുപ്പമുണ്ടാവും കാര്യം. എന്നിട്ട് നമുക്ക് കറക്റ്റ് ഇങ്ങനെ കുഴപ്പമില്ല ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ ഇടുക, ബുഷ് ഇടുക. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ലൂസാക്കി എടുത്ത് വെച്ചേക്കാം. എന്നിട്ട് ഇത് ബാക്കിയൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അത് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതിനകത്ത് മാറിയ പോലെ നമ്മളെന്തായാലും പുതിയത് മേടിച്ച കാരണം ഇവിടുത്തെ എല്ലാ ബുഷുകളും ചേഞ്ച് ചെയ്യണം. ഈ ബുഷ് ആൾറെഡി നമ്മളെടുത്ത് മാറ്റിക്കളയാണ്. മറ്റേത് ചെയ്ത പോലെ തന്നെ കുത്തിയെടുത്ത് കളഞ്ഞാൽ മതി.
പഴയതാണ്, എന്തായാലും കിടന്നിരുന്നത് പഴയതാണ്. അപ്പോൾ നമ്മളത് എടുത്തിട്ട് വലിച്ചു കളഞ്ഞേക്കാം. എന്നിട്ട് ഈ നമ്മുടെ പുതിയ ബുഷ് ഇതുപോലെ തന്നെ ഇതിനകത്തേക്ക് പ്രസ് ചെയ്ത് അത് കയറ്റിയാൽ മതി. അത് കഴിഞ്ഞ പോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. ഇതൊക്കെ എല്ലാത്തിനും കോമൺ ആണ്. ഓക്കെ, അതിട്ടു. ഇനി നമുക്ക് മാറാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇതാണ് മാറാനുള്ളത്. അപ്പോൾ ഈ ഒരു ബുഷും നമ്മൾ മാറിക്കളയാം. ഇത് കഴിച്ചിട്ട് നമുക്ക് മാറാം. പുതിയ ബുഷ് കയറ്റാം ഇതിനകത്തേക്ക്. തള്ളിയാണ് കയറ്റിയാൽ മതി, അത് കയറിപ്പോകും. ഈ കറുത്ത ബുഷ് എടുത്തിട്ട് ഇതുപോലെ കയറ്റാം. എന്നിട്ട് നമ്മൾ ഇതിനകത്തും ഈ ബുഷും ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതും ഇതിനകത്തേക്ക് കയറ്റി വയ്ക്കുക. കയറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ പാർട്ട് എടുത്ത് തിരിച്ച് മുറുക്കാന്നുള്ളതാണ് ചെയ്യേണ്ടത് കേട്ടോ. ഈ പാർട്ട് എടുത്ത് ഇതിനകത്തേക്ക് കയറ്റി മുറുക്കുക. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ അതേപോലെ തന്നെ കയറ്റി മുറുക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ കയറ്റിയിട്ടിട്ട് ഇതുപോലെ കയറ്റിയിട്ടിട്ട് നമ്മൾ ഒരു ബോൾട്ടിട്ട് അങ്ങ് മുറുക്കി കളഞ്ഞാൽ മതി. വേറൊന്നും ചെയ്യണ്ട. ഇതാണ് ആ ബോൾട്ട്. ഇതെടുത്തിട്ട് ഇങ്ങനെ മുകളിൽ നിന്ന് ഇടുക. അപ്പോൾ നമ്മൾ ആ ബുഷൊക്കെ എടുത്ത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെടുത്തിട്ട് ഇതിനകത്തേക്ക് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് പരിപാടിയാണ് ഇതിനടുത്തത്. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, ഈ ബോൾട്ടുകൾ ഇത് മുറിക്കാൻ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിലെ സംഭവം പിടിപ്പിക്കാം. അപ്പോൾ ഇത് ഇത്തിരി വലിയ വ്യത്യാസമൊന്നുമില്ല, കാരണം അതുപോലെയൊക്കെ തന്നെയാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഹോൾഡ് ചെയ്യാണ് ചെയ്യണത്. ഇങ്ങനെ കണ്ട ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നമ്മൾ അപ്പോൾ നമ്മളിത് ഇത് മുറുക്കിയിട്ടുണ്ട് ഇവിടെ വെച്ചിട്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ ഫ്രണ്ടിലേക്ക് വെക്കുക. ഈ രീതിയിൽ വെച്ചിട്ട് ഈ അറ്റാച്ച്മെൻറ്റ് ഇങ്ങോട്ട് മുറുക്കാന്നുള്ളതാണ്. ഈ ഒരു ഷിഫ്റ്ററിൻ്റെ റാഡ്, ഇത് ഷിഫ്റ്റർ റാഡെന്ന് പറയുന്നത്. ഈ ഷിഫ്റ്റർ റാഡ് നമ്മൾ ഈ ഒരു പൊസിഷൻ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് കണ്ട, ഇങ്ങനെ ഒരു പൊസിഷൻ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്തേക്ക് മുറുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ക്ലിയർ ചെയ്ത് വെച്ചാൽ വെച്ചിരുന്ന ഇട്ടാൽ മതി. പതുക്കെ മുട്ടിക്കട്ടെ, നമ്മൾ ലൂസ് എന്നിട്ട് അതിൻ്റെ ഇട്ടിട്ടൊന്ന് മുറിക്കാൻ മതി. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറെ ഒന്നുമില്ല, ഇത് നേരെ ഫസ്റ്റത്തെ വീഡിയോയിൽ കണ്ട പോലെ നേരെ അടി കൊണ്ട് വെച്ച് മുറുക്കി, ബാക്കിയൊക്കെ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ടൊരു ഭാഗം, കാരണം ബാക്കിയുള്ളവർക്ക് കൂടി ബാക്കിയുള്ള ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് സെറ്റ് ചെയ്യേണ്ട വീഡിയോൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം അത് ആദ്യത്തെ പാർട്ടിലുണ്ട്. അപ്പോൾ അത് പോയി നോക്കുക. അപ്പോൾ നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.